ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സംസാരിക്കാൻ വാക്കുകൾ കിട്ടാത്ത അവസ്ഥയിലാണ് ഞാൻ. എന്റെ അമ്മയെക്കുറിച്ച് ഇന്നും എപ്പോഴും എനിക്ക് അഭിമാനമുള്ളത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു ഇന്നത്തെ ഈ ദിവസം. ഞാൻ സ്നേഹിച്ച് കൊതിതീരും മുന്നേ നഷ്ടപ്പെട്ടതാ എനിക്കെന്റെ അമ്മയെ. ഞാൻ അറിയാത്ത പല നല്ല കാര്യങ്ങളും എന്റെ അമ്മ ചെയ്തിരുന്നു എന്നറിയുമ്പോ ഉള്ളിൽ നിറയുന്ന സന്തോഷത്തിന് അതിരുകളില്ല. ഇങ്ങനൊരു നല്ല ദിവസം എന്റെ അമ്മയുടെ ജന്മദിനത്തിൽ തന്നെ നൽകിയതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ വന്നത് മുതല് സ്വപ്നം കാണുന്ന പോലെ എനിക്ക് തോന്നുന്നേ. ഒന്നും വിശ്വസിക്കാനാവുന്നില്ല. അത് ശരിയാ മോളെ. ജയശ്രീ ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു. ദുർഗയെ പോലെ തന്നെ എനിക്കും ഇവിടെ വന്നപ്പോ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്ന ഒരു ഫീലാ. ഇനിയും ചില സർപ്രൈസുകൾ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ വരൂ. ഏതായാലും നിങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് പിരിയാൻ സാധിക്കുന്നത് എന്റെ ഭാഗ്യം. അങ്ങനെ വേണം കരുതാൻ. അല്ല, ഇതൊക്കെ എനിക്ക് ഈശ്വരൻ തന്ന അനുഗ്രഹമായ ഞാൻ കരുതുന്നേ. സത്യത്തില് ഇവിടെ നിൽക്കുമ്പോ എന്റെ അമ്മയുടെ പ്രസൻസ് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അതെ മോളെ, എനിക്ക് ഉറപ്പാ ജയശ്രീയുടെ ആത്മാവ് ഇപ്പൊ നമുക്കൊപ്പം ഇവിടെ തന്നെ ഉണ്ട്. മോളിവിടെ വന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും ജയശ്രീ തന്നെയായിരിക്കും. വരൂ, ഇവിടെയുള്ള അന്തേവാസികൾക്കൊപ്പം നിങ്ങളും കൂടി ഭക്ഷണം കഴിച്ചാൽ അത് അവർക്ക് വലിയ സന്തോഷാവും. അതിനെന്താ, ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ. വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. ദേ, അച്ഛൻ. അതെ, അല്ല അത് ദേവരാജനങ്ങളല്ലേ? അതെ, ഒരു സംശയം വേണ്ട, അത് ദേവരാജൻ സാറ് തന്നെയാ. ജയശ്രീ മാഡത്തിന്റെ മരണശേഷം ഇവിടുത്തെ കാര്യങ്ങളിൽ സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം അദ്ദേഹം ചെയ്യാറുണ്ട്. നന്നായിട്ട് കഴിക്കേ അച്ഛാ. മോളെ, അച്ഛാ, ഇതേക്കുറിച്ചൊന്നും അച്ഛൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പറയണമെന്ന് പലവട്ടം ഓർത്തതാ, പക്ഷേ സാധിച്ചില്ല മോളെ. നിന്റെ അമ്മ സ്വന്തം വീട് പോലെ തന്നെ കണ്ട് സ്നേഹിച്ച സ്ഥലം ഇത്.